ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻജിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ റവ കേസരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് റവയാണ്. ഈ കപ്പാണ് ഞാൻ മെഷറിംഗ് ബൗളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ആദ്യം ഒരു ചെറിയ ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽ എടുക്കുകയാണ്. ഇത് നമുക്ക് സാഫ്രൺ മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പാലെടുക്കുന്നത്. ഈ പാല് തന്നെ ഇളം ചൂട് പാലാണ്. ഇതിലേക്ക് ഞാനൊരു 2 നുള്ള് സാഫ്രൺ ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഒരു നല്ല ക്വാളിറ്റി സാഫ്രനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല കളറ് നമുക്ക് പാലിലേക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ തന്നെ കാണാം, നമുക്ക് ആ പാലിലേക്ക് കളർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം. ഇത് ഞാൻ ആ ഒരു സ്പൂൺ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതിനെ അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് വേവിക്കാനുള്ള പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇത് 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ ആകാം. ഞങ്ങൾ വീട്ടിൽ കുറച്ച് നെയ്യും പഞ്ചസാരയൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ഈ കാഷ്യൂ നട്ട്സും റൈസിൻസും ഇട്ട് വറുത്ത് കോരാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നെയ്യ് നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്തു. എന്നിട്ട് റൈസിൻസും ചേർത്തിട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാനിതിനെ നന്നായിട്ട് വറുത്ത് ആ റൈസിൻസൊക്കെ നല്ല ബബിള് പോലെ ആയതിന് ശേഷം ഞാനിതിനെ കോരുകയാണ്. ഇനി ആ ബാക്കിയുള്ള നെയ്യിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന റവ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് റോസ്റ്റഡ് റവയാണ്, അതിനൊന്ന് ചൂടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ റവയുടെ സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കേസരി നല്ല കുഴയായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ റവ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും, നമുക്കിങ്ങനെ കുറച്ച് കഷ്ടം ഉണ്ടാവും ചെയ്യാനായിട്ട്. അത് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാകമാണ്, കറക്റ്റ് പാകം. ആ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ല നല്ല ഡ്രൈ ആയിട്ടുള്ള കേസരിയാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഈ റവയെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരേക്കും നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് പിന്നെ വേണം വെള്ളം ചേർക്കാൻ. അപ്പം ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള റവ കേസരിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരേക്കും ഞാൻ റവയെ ചൂടാക്കുകയാണ്. അത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ റവ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഏത് കപ്പിലാണോ റവ എടുത്തത് അതേ കപ്പിൽ 2 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റവയുടെ സ്റ്റേജ് നമുക്ക് എങ്ങനെയാണോ കേസരി വേണ്ടത് ആ അനുസരിച്ച് നമുക്ക് ചെയ്തിട്ട് വെള്ളം, പക്ഷേ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് അതിൻ്റെ കറക്റ്റ് പാകം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് റവ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് അടച്ച് വയ്ക്കുന്നത്. അടച്ച് വെച്ച് ഓരോ മിനിറ്റ് കഴിയുമ്പോഴേ നമുക്കൊന്ന് തുറന്ന് അതിനൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കിതിനെ അടച്ചു വെക്കാം. അപ്പോൾ ഇതും ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യുന്നത്. വീണ്ടും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ വീണ്ടും അടച്ചു വെക്കണം. അപ്പോൾ അങ്ങനെ ഒരു 3 പ്രാവശ്യം നമുക്ക് അടച്ചു വെച്ച് വീണ്ടും തുറന്ന്, അപ്പോൾ 1 മിനിറ്റ് ഗ്യാപ്പ് വിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 പ്രാവശ്യം ആകുമ്പോഴത്തേക്കും നമ്മുടെ റവയെല്ലാം നന്നായി വെന്ത് ആ വെള്ളമെല്ലാം നല്ല ഡ്രൈ ആയി വറ്റി. ഇപ്പം നമുക്ക് കാണാം ഇതിൽ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഈ പാകത്തിലാണ് നമ്മളിനി പഞ്ചസാര ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പാണ് ചേർക്കുന്നത്, പക്ഷേ നമുക്ക് 1.5 തൊട്ട് 1.25 കപ്പ് വരെ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ വീട്ടിൽ വളരെ കുറച്ച് മധുരമേ യൂസ് ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് മധുരം മാത്രം ഇതിൽ ചേർത്തത്. അപ്പോൾ നമ്മൾ ഷുഗർ കൂടുതൽ ചേർക്കുമ്പോൾ ഈ റവ കേസരി കുറച്ചുകൂടി നല്ല നിറയെ നല്ല കുഴഞ്ഞ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പഞ്ചസാര ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഇളം ചൂടിൽ കിടന്നിട്ട് ആ പഞ്ചസാര നന്നായി അലിഞ്ഞ് ഈ റവ ഇനി ആ പഞ്ചസാര ലായനിയിൽ കിടന്ന് വെന്ത് തുടങ്ങും. അപ്പോൾ ഇതേപോലെ ഞാൻ ആ പഞ്ചസാരയിൽ കിടന്ന് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ കളറാക്കിയിട്ടാണ് റവ എടുക്കുന്നത്. മാത്രമല്ല ഞങ്ങൾ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇത്രയും റവ ചൂടാക്കുകയും വേണ്ട, അതേപോലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടിയാലും മതി. പിന്നെ നെയ്യ് കുറച്ചുകൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ആ എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ, അതായത് ആ പഞ്ചസാരയെല്ലാം ഒന്ന് വറ്റി വരുന്ന ഈ സ്റ്റേജിലാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാഫ്രൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. 2 നുള്ളായിരിക്കും ഈ ഒരു ചെറിയ കപ്പ് റവയ്ക്ക് കറക്റ്റ് പാകത്തിനുള്ള ഏലക്കാപ്പൊടി. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ്. അത് നമുക്ക് ഈ ഏത് സ്വീറ്റ്
ഐറ്റം ആയാലും അതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതായത് ആ ഒരു ഡിഷിൻ്റെ ഒരു പച്ചപ്പ് മാറി ഈ ഷുഗർ നല്ല കറക്റ്റ് പാകത്തിനാക്കി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് ആ കളറ് എല്ലാ ഭാഗത്തും വരുന്ന കണക്ക് മിക്സ് ചെയ്യണം. അതേപോലെ നമുക്കിപ്പോൾ സാഫ്രൻ്റെ കളർ കുറവാണ് എങ്കിൽ ഫുഡ് കളറാണ് ചേർക്കുന്നതെങ്കിൽ ഫുഡ് കളറാണെങ്കിൽ ഇതേപോലെ പാലിൽ മിക്സ് ചെയ്തിട്ട് ഈ സ്റ്റേജിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ വീണ്ടും ഇതിനെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഞാൻ മിക്സ് ചെയ്യുന്നത് ഒരു ചെറിയ ദ്വാരമുള്ള സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റവ കട്ട പിടിക്കാതെ നമുക്ക് ഇതേപോലെ നല്ല ഇളകി ഡിഫറെൻ്റ് ചെയ്ത് കിട്ടും. ഇത് നല്ല കുഴഞ്ഞിരിക്കണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഷുഗറിൻ്റെ അളവ് കൂട്ടുക, അതേപോലെ നെയ്യ് കുറച്ചുകൂടി ചേർക്കാം. പിന്നെ റവ ഇത്രയും വേകാതെ ഇരുന്ന് കഴിഞ്ഞാൽ കേസരി നല്ല കുഴഞ്ഞ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഏകദേശം ഒന്ന് ഡ്രൈ ആയ സ്റ്റേജിലേക്ക് ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റവ കേസരി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവിങ് ബൗളിലിട്ട് വെച്ചിട്ട് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ ബൗളിൽ നമുക്ക് വേണ്ടത് ആ ബൗളിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് സെർവിങ് ബൗളിലോട്ടാക്കി നമുക്ക് ഇതേപോലെ സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.